ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മോഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഗണിതം പരീക്ഷയുടെ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ടീച്ചർ ഇംഗ്ലീഷ് മീഡിയം അതുപോലെ തന്നെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് വേഗം കൂട്ടുകാരുടെ പരീക്ഷയിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഗണിതത്തിലെ ആദ്യത്തെ പ്രവർത്തനത്തിലോട്ട് പോവാം. ടീച്ചർ ആദ്യം ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് പറയാം കേട്ടോ, അതിനുശേഷം ടീച്ചർ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ മക്കളെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ആക്ടിവിറ്റി 1 വായനാ വസന്തം. ഇൻ കണക്ഷൻ വിത്ത് വായനാ വസന്തം 6 LP School of Mankaad Panchayat conducted a book collection. Number of books collected by each school are listed below. എന്താണ് മക്കളെ ക്വസ്റ്റ്യൻ? ഒന്നാമത്തെ പ്രവർത്തനം വായനാ വസന്തമാണല്ലേ. മാൻകാട് പഞ്ചായത്തിലെ 6 LP സ്കൂളിൽ പുസ്തക ശേഖരണം നടത്തിയില്ലേ. കിട്ടിയ പുസ്തകങ്ങളുടെ എണ്ണം നമുക്ക് ചുവടെ ഒരു ടേബിളിൽ തന്നിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ. ഗവ LP സ്കൂൾ കടുവക്കുന്ന് 356 പുസ്തകങ്ങൾ, ആനമല 420, മയിൽമേട് 901, കരടിപ്പാറ 283, കാക്കപ്പറമ്പ് 507, മുയൽക്കുന്ന് 494 അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ ഓരോ സ്കൂളും കളക്ട് ചെയ്തിട്ടുള്ള ബുക്കുകളുടെ നമ്പർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾക്കുള്ള ചോദ്യം ഇതാണ്: വിച്ച് സ്കൂൾ കളക്റ്റഡ് ദി മോസ്റ്റ് നമ്പർ ഓഫ് ബുക്സ്? ഏറ്റവും കൂടുതൽ പുസ്തകം ശേഖരിച്ച സ്കൂൾ ഏത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏത് സ്കൂളാണ് മക്കളെ? മയിൽമേടാണല്ലേ. മയിൽമേട് ഗവൺമെൻറ് LP സ്കൂളാണല്ലേ. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് അവിടെ ഉണ്ട്. ഹൗ മെനി ബുക്സ്, അതായത് എത്ര ബുക്ക് ആ ഒരു സ്കൂൾ ശേഖരിച്ചിട്ടുണ്ട്. എത്ര ബുക്കാണ് മക്കളെ? 901 ബുക്കാണല്ലേ. 901 ബുക്സാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ നോക്കൂ. അറേഞ്ച് ദി നമ്പർ ഓഫ് ബുക്സ് ഫ്രം ദി ലാർജസ്റ്റ് ടു ദി സ്മോളസ്റ്റ് ആൻഡ് റൈറ്റ് ദം. അതായത് പുസ്തകങ്ങളുടെ എണ്ണത്തെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എണ്ണം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്കാണ്. അപ്പോൾ ആദ്യം ഏത് വരും? 901, 901, 507, 507, 494, 494, 420, 420, 356, 356, 283, 283. അപ്പോൾ ഇതേ രീതിയിൽ അറേഞ്ച് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. മീനുവിൻ്റെ സ്കൂൾ ലൈബ്രറിയിലെ അവസാന പുസ്തക നമ്പർ 615 ആണ്. ഇപ്പോൾ കിട്ടിയ 10 പുസ്തകങ്ങൾക്ക് തുടർന്നുള്ള നമ്പർ നൽകൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം 615 ആണ് ലാസ്റ്റ് നമ്പർ അല്ലേ, 615. അപ്പം ബാക്കിയുള്ള 10 പുസ്തകങ്ങൾക്ക് നമ്പർ കൊടുക്കുമ്പോൾ എങ്ങനെയൊക്കെ വരും? 616, 616, 617, 617, 618, 618, 619, 619, 620, 620, 621, 621, 622, 622, 623, 623, 624, 624, 625, 625. ഇതേ രീതിയിൽ മക്കൾക്ക് നമ്പർ കൊടുക്കാവുന്നതാണ്. അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. വാട്ട് ഈസ് ദി നമ്പർ മെയ്ഡ് ബൈ 7 hundreds and 5 ones? അതായത് 7 നൂറുകളും 5 ഒന്നുകളും ചേർന്ന സംഖ്യ ഏതാണ് മക്കളെ? 705 ആണല്ലേ. 705 ആണ് 7 നൂറുകളും 5 ഒന്നുകളും ചേർന്ന സംഖ്യ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബലൂൺ റേസ്. ലുക്ക് അറ്റ് ദി പോയിന്റ്സ് സ്കോർഡ് ബൈ ചിൽഡ്രൻ ഇൻ ദി ബലൂൺ റേസ്. കളർ ദി ബലൂൺസ് ആസ് ഗിവൺ ഇൻ ദി ടേബിൾ. അതായത് ബലൂൺ റേസ് മത്സരത്തിൽ കുട്ടികൾ കിട്ടിയ പോയിന്റ് നമുക്ക് അവിടെ ടേബിളിൽ തന്നിട്ടുണ്ട്. ബലൂണുകൾക്ക് അതനുസരിച്ച് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ. ആദ്യം നമുക്ക് പേരിൻ്റെ ഒരു കോളം തന്നിട്ടുണ്ട്, പിന്നെ കിട്ടിയ പോയിന്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നൽകേണ്ട നിറവും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ആദ്യത്തെ പേര് ഏതാണ്? ആദിലാണ് അല്ലേ. കിട്ടിയ പോയിന്റ് എത്രയാണ്? 3472 ആണ് അല്ലേ. 3472 ആണ്. അപ്പം അതിന് നൽകേണ്ട നിറം ഏതാണ്? മഞ്ഞ നിറമാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ആ ഒരു പോയിന്റിൽ എത്ര 1000 ആണുള്ളത്? 3000 ആണല്ലേ. 3000 ആണുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? തന്നിട്ടുള്ള ബലൂണിൽ 3000 എന്ന് കൊടുത്തിട്ടുള്ള, അതായത് 3000 എന്ന് കൊടുത്തിട്ടുള്ള ബലൂണിന് എന്ത് നിറം നൽകണം? മഞ്ഞ നിറം വേണം നൽകാനായിട്ട്. അടുത്ത നോക്കിക്കേ മക്കളെ, ആ ഒരു സംഖ്യയിൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്, എത്ര നൂറുണ്ട്? 4 നൂറുകളാണ് അല്ലേ. അപ്പം 4 നൂറ്, അതായത്
400 എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ബലൂണിനും ഏത് നിറം കൊടുക്കണം? മഞ്ഞ നിറം നൽകണം. പിന്നെ അതുപോലെ തന്നെയുള്ളത് നമുക്ക് അതിന് എത്ര പത്തുകളുണ്ട്? 7 പത്തുകളാണ് ഉള്ളത് അല്ലേ? അപ്പം 7 10 എന്ന് എഴുതിയിട്ടുള്ള ബലൂണിനും മഞ്ഞ നിറം നൽകണം കേട്ടോ. അതുപോലെ തന്നെ 2 ഒന്നുകളാണുള്ളത്. അപ്പോൾ 2 1 എന്ന് എഴുതിയിട്ടുള്ള ബലൂണിനും മഞ്ഞ നിറം വേണം നൽകാനായിട്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് തന്നതനുസരിച്ച് എന്ത് ചെയ്യാം? നിറം നൽകി നോക്കാം. ആദ്യം നമുക്ക് ആദിലിൻ്റെ ബലൂണിനെല്ലാം മഞ്ഞ നിറം ഇത്തരത്തിൽ കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ ആണുള്ളത്. അതിന് ഏത് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്? റോസ് നിറമാണ്. പോയിൻ്റ് എത്രയാണ്? 4508 ആണ് അല്ലേ? അടുത്തത് ആദിത്യയാണ്. ആദിത്യക്ക് നീല നിറമാണ് നൽകേണ്ടത് കേട്ടോ. 6005 അവൾക്ക് കിട്ടിയ പോയിൻ്റ്. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം കൂടി നോക്കിക്കേ. വലിയൊരു നാലക്ക സംഖ്യ ഉണ്ടാക്കാൻ വേണ്ടി ദിയ 1000, 100, 10, 1 എന്നീ ബലൂണുകൾ ഓരോന്ന് വീതം എടുത്തു എങ്കിൽ ദിയ ഉണ്ടാക്കിയ സംഖ്യ എഴുതുക. എത്രയാണ് മക്കളെ പറഞ്ഞത്? വലിയ ഒരു നാലക്ക സംഖ്യ ഉണ്ടാക്കാനല്ലേ? അപ്പം നമുക്ക് തന്നിട്ടുള്ള ബലൂണുകളിൽ ഏറ്റവും വലിയ 1000 ഏതാണ്? 9000 ആണ് അല്ലേ? ഏറ്റവും വലിയ 100 5 ഏറ്റവും വലിയ 10കളുടെ കൂട്ടം തന്നിട്ടുള്ളത് 7 ഒന്നുകളുടെ കൂട്ടം തന്നിട്ടുള്ളത് 8 അല്ലേ? അപ്പോൾ ഏതായിരിക്കും സംഖ്യ? 9578 അല്ലേ? ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം കൂടി നോക്കിക്കേ. ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ എഴുതുക. ഏറ്റവും ചെറുത് ഏതാണ്? 1472 അല്ലേ? 1472. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗസ് വിസിറ്റ്. ഓൺ സൺഡേ മോർണിംഗ് ആതിര ടീച്ചർ റീച്ച്ഡ് ദി സ്കൂൾ അറ്റ് 9:30 ഫോർ ഹൗസ് വിസിറ്റ്. അതായത് നമ്മുടെ ആതിര ടീച്ചർ ഞായറാഴ്ച രാവിലെ 9:30 സ്കൂളിൽ നിന്ന് കുട്ടികളുടെ ഗൃഹസന്ദർശനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അതിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം നോക്കിക്കേ. ഷീ റീച്ച്ഡ് സാനിയാസ് ഹൗസ് അറ്റ് 10 o'clock. ഡ്രോ ദി ടൈം ഇൻ ദി ക്ലോക്ക്. ഷീ സ്പെൻഡ് ഹാഫ് ആൻ ഹവർ ദർ. അതായത് 10 മണിക്ക് സാനിയയുടെ വീട്ടിൽ ടീച്ചർ എത്തിയിട്ടുണ്ട്. അവിടെ ടീച്ചർ എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്? അരമണിക്കൂർ ചിലവഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു സമയം മക്കളടുത്ത് തന്നിട്ടുള്ള ക്ലോക്കിൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ് സമയം? 10 മണിയാണല്ലേ? അപ്പോൾ അതിന് നേരെ മക്കൾക്ക് ക്ലോക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യണം മക്കൾ? 10 മണി എന്നുള്ളത് വരച്ച് ചേർക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദെൻ ഷീ റീച്ച്ഡ് അഭിനന്ദ്സ് ഹൗസ് അറ്റ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് ക്ലോക്ക് തന്നിട്ടുണ്ട് അല്ലേ? അഭിനന്ദിൻ്റെ വീട്ടിൽ എത്തിയിട്ടുള്ള സമയം നമുക്ക് അവിടെ ക്ലോക്കിൽ തന്നിട്ടുണ്ട്. ആ ഒരു ക്ലോക്കിലെ സമയം മക്കൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള ബോക്സിൽ എഴുതണം കേട്ടോ. എത്രയാണ് മക്കളെ അവിടെ തന്നിട്ടുള്ളത്? 10:45 ക്ലോക്കിലെ സമയം അല്ലേ? 10:45. അപ്പം മക്കൾ അതവിടെ എഴുതുക കേട്ടോ. അത് തന്നെയുള്ള സി ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. അറ്റ് 11:25 ഷീ റീച്ച്ഡ് അനീറ്റാസ് ഹൗസ്. ഡ്രോ ദി ടൈം ഇൻ ദി ക്ലോക്ക്. അതായത് നമ്മുടെ ടീച്ചർ 11:25 അനീറ്റയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു സമയം മക്കൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള ക്ലോക്കിൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ക്ലോക്കിൽ 10 മണി വരച്ച് ചേർത്തു അല്ലേ? അതിനുശേഷം നമ്മുടെ അടുത്ത് പറഞ്ഞത് അഭിനന്ദിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള ഒരു സമയം അവിടെ തന്നിട്ടുള്ള ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലോക്കിൽ നമുക്ക് സമയം തന്നിട്ടുണ്ട് അല്ലേ? 10:45 നമ്മളവിടെ എഴുതി. പിന്നെ പറഞ്ഞിട്ടുള്ളത് 11:25 അനീറ്റയുടെ വീട്ടിലെത്തി. ആ ഒരു സമയം ക്ലോക്കിൽ വരയ്ക്കാനാണ്. അപ്പോൾ അതും നമ്മൾ വരച്ച് ചേർത്തിട്ടുണ്ട്. ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം നോക്കൂ. സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് അല്ലേ? പ്രവർത്തനം 4 കേട്ടോ. വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ഇൻഡിപെൻഡൻസ് ഡേ ദിസ് ഇയർ. അതായത് നമുക്ക് അവിടെ ഒരു കലണ്ടർ തന്നിട്ടുണ്ട്. ആ ഒരു വർഷത്തിൽ ഏത് ദിവസമാണ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ആ ഒരു കലണ്ടർ നോക്കിക്കേ. നമുക്ക് ഓഗസ്റ്റ് മാസത്തിലെ കലണ്ടറാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഓഗസ്റ്റ് 15 എന്തെന്ന് പറയുന്നത്? സ്വാതന്ത്ര്യ ദിനം അല്ലെ? ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ അത് ഏത് ദിവസമാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഓഗസ്റ്റ് 15 എന്ന ഡേറ്റിന് നേരെ മുകളിലോട്ട് നോക്കുക. ഏതാണ് ദിവസം? തിങ്കളാണ് അല്ലേ? മൺഡേ ആണ് വരുന്നത്. അപ്പം മക്കൾ അവിടെ എന്ത് എഴുതണം? മൺഡേ എന്ന് എഴുതണം കേട്ടോ. തിങ്കൾ എന്ന് എഴുതണം. അതിൽ തന്നെയുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി തേഴ്സ്ഡേയ്സ് വിൽ ബി ദർ ഇൻ ദി മന്ത് ഓഫ് സെപ്റ്റംബർ 2022. അതായത് 2022 സെപ്റ്റംബർ മാസത്തിൽ എത്ര വ്യാഴാഴ്ചകളുണ്ട് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ?
അപ്പം മക്കൾ ഓടിക്കയറിയിട്ട് ആ ഒരു കലണ്ടർ നോക്കി എഴുതാനായിട്ട് പാടില്ല കേട്ടോ. കാര്യം എന്താണ്, നമുക്ക് അവിടെ തന്നിട്ടുള്ളത് ഓഗസ്റ്റ് മാസത്തെ കലണ്ടറാണ് അല്ലേ. പക്ഷെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്, സെപ്റ്റംബർ മാസത്തെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മക്കൾ എന്ത് ചെയ്യണം, സെപ്റ്റംബർ മാസത്തെ കലണ്ടർ പ്രകാരം വേണം എഴുതാനായിട്ട് കേട്ടോ. അപ്പം നോക്കിക്കേ മക്കളെ, ഇവിടെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം അല്ലേ. ഇവിടെ ഓഗസ്റ്റ് മാസം 31-ാം തീയതി നോക്കിക്കേ, ബുധനാഴ്ചയാണ് അല്ലേ. അപ്പോൾ ഓഗസ്റ്റ് 31 ബുധനാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ 1 എന്താഴ്ചയാണ്, വ്യാഴാണ് വരുന്നത് അല്ലേ. സെപ്റ്റംബർ 1 വ്യാഴാഴ്ചയാണ് വരുന്നത്. എങ്കിൽ അടുത്ത വ്യാഴം വരുന്നത് ഏത് ഡേറ്റിനായിരിക്കും, 8-നായിരിക്കും വരിക അല്ലേ. അതായത് 1-ലോട്ട് വീണ്ടും ഒരു 7 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 8 വരും. അടുത്ത വ്യാഴാഴ്ചയോ 15 വരും, പിന്നെയോ 22 വരും, പിന്നെ 29 വരും. അപ്പോൾ മക്കൾ നോക്കിക്കേ മക്കളെ, എത്ര വ്യാഴാഴ്ചകൾ ഉണ്ടായിരിക്കും, 5 വ്യാഴാഴ്ചകളായിരിക്കും സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടായിരിക്കുക അല്ലേ. അപ്പം മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2022 സെപ്റ്റംബർ മാസത്തിലെ ശനിയാഴ്ചകളുടെ എണ്ണം എഴുതുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ശനി നോക്കിക്കേ മക്കളെ, സെപ്റ്റംബർ മാസത്തിൽ ആദ്യ ശനി 3 ഡേറ്റ് വരിക അല്ലേ. അതിനുശേഷം ഏത് വരും, 7 കൂടി ആഡ് ചെയ്യുമ്പോൾ 10, 17, 24 എന്ന് വരും അല്ലേ. അപ്പോൾ എത്ര ശനിയാഴ്ചകളുണ്ട്, 4 ശനിയാഴ്ച ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അവിടെ ഒരു കലണ്ടറിൽ ഒരു ഭാഗം വന്നിട്ടുണ്ട്. ഇത് ഒരു കലണ്ടറിലെ ഭാഗമാണ്. ഇതിലെ വിട്ടുപോയ കളങ്ങളിലെ തീയതികൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് മക്കളെ വരിക, 16, 17, അതിനുശേഷം 24, 25 എന്ന് വരും അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സൈക്കിൾ സവാരി. ജോണി, നജീബ്, ആതിര എന്നിവർ സ്കൂൾ യാത്രയ്ക്കായി സൈക്കിൾ വാങ്ങി. അവർ നൽകിയ കറൻസികൾ താഴെ കൊടുത്തിരിക്കുന്നു. ഓരോരുത്തരും സൈക്കിളിന് നൽകിയ വില കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ മക്കളെ, ജോണി 2000 രൂപയുടെ ഒരു നോട്ട്, പിന്നെ 500 രൂപയില്ല, 100 രൂപയുടെ 5 നോട്ട്, പിന്നെ 50 ഇല്ല, 10 രൂപയുടെ 4 നോട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സൈക്കിളിൻ്റെ വില കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നജീബും ആദ്യമൊക്കെ കൊടുത്തിട്ടുള്ള നോട്ടുകളുടെ എണ്ണം നമുക്ക് അവിടെ ടേബിളിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഓരോരുത്തരും വാങ്ങിയ സൈക്കിളിൻ്റെ വില എന്താണെന്ന് നമുക്ക് കണ്ടെത്താം. നോക്കിക്കേ, ജോണി 2540 രൂപയാവും അല്ലേ, 2540 റുപ്പീസ്. അടുത്തത് നജീബാണ്. നജീബ് 500 രൂപയുടെ 4 നോട്ടുകളുണ്ട്, 100 രൂപയുടെ 2 നോട്ടുകളുണ്ട്, 50 രൂപയുടെ ഒരു നോട്ടും 1 രൂപയുടെ 5 നോട്ടുകളാണ്. അപ്പോൾ ആകെ മൊത്തം എത്രയായിരിക്കും മക്കളെ, 2255 ആണ് അല്ലേ, 2255. അടുത്തത് ആതിരയാണ്. ആതിര ടോട്ടൽ എത്ര രൂപയായിട്ടുണ്ടാവും, 4560 ആണല്ലേ, 4560 റുപ്പീസ്. ഓക്കെ മക്കളെ, അത് തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. പട്ടികയിലുള്ള എല്ലാ കറൻസികളും ഓരോന്ന് വീതം എടുത്താൽ ആകെ എത്ര രൂപയാകും. എത്ര രൂപയാവും മക്കളെ, 2601 രൂപയാവും അല്ലേ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 101 സൂചിപ്പിക്കുന്ന റോമൻ അക്കം ഏത്. ഉത്തരം ശരി, അതായത് ടിക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കടയിലേക്ക് ഓരോരുത്തരും വാങ്ങിയ സാധനങ്ങളുടെ ആകെ വില കണ്ടെത്തുക. അപ്പം മക്കൾക്ക് അവിടെ വിവര പട്ടിക തന്നിട്ടുണ്ട് അല്ലേ. ഓരോ ഐറ്റത്തിൻ്റെ വിലയും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും മേടിച്ചിട്ടുള്ള സാധനങ്ങളുടെ വില കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ആഡ് ചെയ്യാനേ ഉള്ളൂ അല്ലേ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ആളെന്താണ് പറഞ്ഞത്, എനിക്കൊരു വാച്ചും ഒരു മൊബൈലും മതി എന്നതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കിക്കേ മക്കളെ, മൊബൈലിന് എത്ര രൂപയാണ്, 5450 രൂപയാണ് അല്ലേ. വാച്ചിന് 850 രൂപയാണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്, 6300 ആണ് അല്ലേ, 6300 രൂപയാണ്. അടുത്ത ആൾ പറഞ്ഞത് എന്താണ്, എനിക്കൊരു മൊബൈലും ഒരു ടോർച്ചും വേണം എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ എത്രയാവും മക്കളെ, 5790 രൂപയാണ് അല്ലേ, 5790 റുപ്പീസാണ് അല്ലേ. അടുത്ത ആളെന്താണ് പറഞ്ഞത്, എനിക്കൊരു ക്ലോക്കും ഒരു എമർജൻസി ലാമ്പും ഒരു മിക്സിയുമാണ് വേണ്ടത് അല്ലേ. 3 ഐറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, വിവര പട്ടിക നോക്കിയിട്ട് ഓരോ ഐറ്റത്തിൻ്റെയും വിലകൾ കണ്ടെത്തിയിട്ട് ഒന്ന് കണ്ടെത്തി നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാരുടെ ഗണിതം എന്ന പരീക്ഷയിലെ ചോദ്യങ്ങൾ. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക്, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആയിട്ട് മറക്കല്ലേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.